ഹായ് അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. ഇന്നത്തേത് ഒരു നോർമൽ വ്ളോഗാണ്. ഇന്നിപ്പോൾ എലക്ഷൻ ദിവസമാണ്. അപ്പോൾ നമ്മൾ വോട്ട് ചെയ്യാനായിട്ട് വന്നതാണ് കേട്ടോ. കൂടെ ഇതാ കേശയും കിയാനും കൂടി ഉണ്ട് വോട്ട് ചെയ്യാൻ. നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതാ ഇവിടെ തിരൂരങ്ങാടി PSMO കോളേജിൽ വെച്ചിട്ടായിരുന്നു നമുക്ക് വോട്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് വന്നു, വോട്ട് ചെയ്തതാ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 2 അടിപൊളി റെസിപ്പീസ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളെ കമൻസൊക്കെ പറയുക. ഓക്കെ, നമ്മളെ റാസൻസിൻ്റെ പുതിയ കളക്ഷൻസൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. സമ്മർ ഫ്രണ്ട്ലി കോട്ടൺ ബെഡ്ഷീറ്റ്സാണ്. ഡെയിലി യൂസിനൊക്കെ പറ്റിയ ബെഡ്ഷീറ്റ്സാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്രിൻറ്റിലാണ് ഓരോന്നും വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് പാക്കൊക്കെ പൊട്ടിച്ച് വീഡിയോ എടുക്കലും ആ ഒരു പരിപാടികളാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുക. അതിൽ നമ്മളെ കളക്ഷൻസൊക്കെ ഉണ്ട്. പിന്നെ വാട്സാപ്പ് ചാനലിലും കളക്ഷൻസൊക്കെ ഉണ്ട്. ഓക്കെ, സ്ക്രീനിൽ ഇതാ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിലൂടെ കോൺടാക്റ്റ് ചെയ്താൽ അവർ കളക്ഷൻസൊക്കെ സെൻഡ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിതാ നല്ല അടിപൊളി ഒരു ചെമ്മീൻ ബിരിയാണി റെഡിയാക്കുക കേട്ടോ. ഫസ്റ്റ് തന്നെ ചെമ്മീനൊക്കെ ഇതാ ഉപ്പ്, മുളക്, മഞ്ഞൾ എല്ലാതും ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് വെള്ളമൊഴിച്ചിട്ട്. ബിരിയാണിയിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ചെമ്മീനൊന്ന് ജസ്റ്റ് വെള്ളത്തിൽ വേവിച്ചെടുത്തല്ലോ. ഭയങ്കരമായിട്ട് കുറേ ടൈമൊന്നും വേവിക്കണ്ട. ഇനി ഇതൊന്ന് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അത് പെട്ടെന്ന് തന്നെ റെഡിയാവും. ഓൾറെഡി ചെമ്മീൻ കുക്കായതാണല്ലോ. ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. കുറേ ടൈം ഫ്രൈ ചെയ്യണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് റെഡി ആകുമ്പോൾ തന്നെ നമുക്കത് കോരി മാറ്റാം. പിന്നെ ഇവിടെ ഇതാ നെയ്ച്ചോറിൻ്റെ പരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെമ്മീനൊക്കെ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു സെയിം പാനിലേക്ക് തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കണം. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക. പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ മൂടി വെച്ച് കുറച്ച് ടൈമൊന്ന് വെക്കാം കേട്ടോ. സവാള ഒന്ന് സോഫ്റ്റായി കിട്ടിക്കോട്ടെ. നെക്സ്റ്റ് ഇതാ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് എല്ലാതും ചേർത്ത് കൊടുക്കുക. എല്ലാതും ഒന്ന് വഴറ്റിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇതാ തൈരും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നമ്മളെ നോർമൽ ബിരിയാണിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഞാൻ ചിക്കൻ ബിരിയാണി ആയാലും ഒക്കെ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. അത് കഴിഞ്ഞ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ എല്ലാതും ഒന്ന് ചേർത്ത് കൊടുത്ത് കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് ടൈമൊന്ന് മൂടി വെച്ച് വേവിക്കുക. ലാസ്റ്റായിട്ട് ഇതാ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മളുടെ ബിരിയാണീൻ്റെ മസാലയൊക്കെ ഇവിടെ ഇതാ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ദമ്മിടലാണ്. അപ്പോൾ ഇതാ കുറച്ച് മസാല ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഫസ്റ്റ് ലെയറായിട്ട് മസാല, പിന്നെ അതിന് മേലേക്ക് ഇതാ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നെയ്ച്ചോറ് ഇട്ട് കൊടുക്കുക. ചോറൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് അതിന് മേലേക്ക് ഇതാ
കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ്, നെയ്യ്, പിന്നെ ഗരം മസാല എല്ലാം കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിന് മേലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കുക. മസാല ഇതാ ഫുള്ളായിട്ട് നെക്സ്റ്റ് ലെയറായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് മേലേക്ക് ബാക്കിയുള്ള റൈസും പിന്നെ അതിന് മേലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ മല്ലിയില, ലെമൺ ജ്യൂസ്, നെയ്യ്, ഗരം മസാല എല്ലാം കൂടി വെക്കുക. ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഇതാ സവാള കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്, ചെറിയൊരു മധുരം കൂടി വരുമ്പോൾ. പിന്നെ ഇതാ നമ്മളെ കാഷ്യൂ നട്ട്സും റൈസിൻസൊക്കെ ഒന്ന് നെയ്യിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മളെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഞാൻ നിങ്ങൾക്ക് സോളൻ സാഗൻ്റെ 2 പ്രൊഡക്ട്സ് പരിചയപ്പെടുത്തി തരാം. ഒന്ന് ടാൻ റിമൂവൽ സോപ്പാണ്, പിന്നെ ഒന്ന് ലിപ് ബാമാണ്. രണ്ടും ഞാൻ യൂസ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നിങ്ങളോട് പറയുന്നത്. രണ്ടും നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. ഈ ലിപ് ബാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുട്ടികൾക്ക്, അതായത് 2 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അതാണ് എനിക്ക് ഏറ്റവും ഗുണമായിട്ട് തോന്നിയത്. നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും കുട്ടികൾ വന്ന് ചോദിക്കും എനിക്കും കൂടി ഒന്ന് ഇട്ട് തരുമോ എന്നുള്ളത്. അപ്പോൾ ഇത് കുട്ടികൾക്കും യൂസ് ചെയ്യാൻ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ബീട്രൂട്ടൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ പിഗ്മെൻറ്റഡ് ആയ ലിപ്സിനൊക്കെ നല്ലതാണ് കേട്ടോ. നൈറ്റിൽ അപ്ലൈ ചെയ്താൽ പിഗ്മെൻറ്റേഷനൊക്കെ ഒഴിവായി കിട്ടും. പിന്നെ ലിപ്സ്റ്റിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ടും ഈ ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ലിപ്സ് പൊട്ടിപ്പോകുന്നവർക്ക്, ഡ്രൈ ആവുന്നവർക്കൊക്കെ നല്ലൊരു പ്രൊഡക്റ്റാണ് ഈ ഒരു സോളൻ സാഗൻ്റെ ലിപ് ബാം. ആവശ്യമുള്ളവർക്ക് ഇതാ ഞാൻ സ്ക്രീനിൽ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ വിളിച്ചിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അവർക്ക് മെസ്സേജ് അയക്കുക, പിന്നെ വിളിക്കുക ചെയ്താൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വണ്ണാണ് ഈ ഒരു സോളൻ സാഗൻ്റെ സോപ്പ്. ഇത് ടാൻ റിമൂവൽ സോപ്പാണ് കേട്ടോ. ഫേസ് വാഷിന് പകരമായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പക്ക ഒരു ആയുർവേദിക് പ്രൊഡക്റ്റാണിത്. ഡെയിലി യൂസിന് പറ്റിയൊരു സോപ്പാണ്. നമ്മൾ സാധാ സോപ്പ് പൊതുവേ ഫേസിൽ അപ്ലൈ ചെയ്യൂലല്ലോ. ഇത് നമുക്ക് ഫേസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. പിന്നെ ഇതിലിതാ 2 സൈഡായിട്ട് ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഒരു സ്ക്രബ്ബറായിട്ടും യൂസ് ചെയ്യുക, പിന്നെ ഒരു നോർമൽ സൈഡും ഉണ്ട് കേട്ടോ. ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാനും എല്ലാത്തിനും പറ്റിയതാണ്. പിന്നെ ഇച്ചിങ്, അതായത് ചെറുതായിട്ട് ചൊറിച്ചിലുള്ളവർ, സ്കിൻ അലർജി ഉള്ളവർക്കൊക്കെ ഈ ഒരു സോപ്പ് യൂസ് ചെയ്യുമ്പോൾ നല്ല മാറ്റം കിട്ടും. നമ്മളെ സ്കിന്ന് നല്ലൊരു ഹെൽത്തി സ്കിന്നാക്കാൻ ഈ ഒരു സോപ്പ് എന്തായാലും യൂസ്ഫുള്ളാണ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇതാ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. സോളൻ സാഗൻ്റെ 2 പ്രൊഡക്ട്സും അടിപൊളിയാണ് കേട്ടോ. ഇതാ ഈ ഒരു സോപ്പും ഈ ഒരു ലിപ് ബാമും. ഓക്കെ, സോ പർച്ചേസ് ചെയ്യുക ആവശ്യമുള്ളവർക്ക്. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു പുഡിംഗ് റെസിപ്പി കാണാം. ഇത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗാണ് കേട്ടോ. ഇതൊരു അറബിക് പുഡിംഗാണ്. ഈ ചൂടത്തൊക്കെ പുഡിംഗ് എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും റെസിപ്പി കാണാം. ഫസ്റ്റ് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 പാക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഇതാ ഒരു ഏകദേശം ഹാഫ് ടിന്നിലും കുറച്ച് കുറവ് അങ്ങനെയൊക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ മധുരം നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു മിക്സ് ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ
ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനനുസരിച്ചുള്ള പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതാ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ അതായത് കസ്റ്റേർഡും പാലും കൂടിയുള്ള ഒരു മിക്സും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത്യാവശ്യം തിക്കാക്കിയിട്ട് തന്നെ നമ്മൾ ഇത് കുറുക്കിയെടുക്കണം കേട്ടോ. ഒരാൾ മുറിച്ചിടുന്നു, ഒരാൾ തിന്നുന്നു. പുഡിങ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഒരു ബിഹൈൻഡ് ദ സീനാണ്. ഇപ്പുറത്ത് ഫുൾ ബഹളാണ്. അങ്ങനെ നമ്മളെ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി സെറ്റ് ചെയ്യുക. അപ്പോൾ പുഡിങ് ട്രേ എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ സൈഡ്സൊക്കെ കട്ട് ചെയ്ത് എല്ലാതും ഫുള്ളായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഫസ്റ്റ് ലെയർ ആയിട്ട് കേട്ടോ. സെക്കൻഡ് ലെയർ ആയിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്തുള്ള കസ്റ്റാർഡും പാലും എല്ലാം കൂടിയിട്ടുള്ള ഒരു മിക്സും കൂടി ഇതിലേക്ക് മേലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് അധികം തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഭയങ്കരമായിട്ട് തിക്കാക്കണ്ട, ഇങ്ങനെ. പിന്നെ അതിന് മേലേക്ക് നമ്മൾ ഫസ്റ്റിൽ മിക്സ് ചെയ്ത് വെച്ചില്ലേ ഫ്രഷ് ക്രീമും കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും, ആ ഒരു മിക്സ് മേലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് മേലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ പിസ്ത പിന്നെ ബദാം ഇത് രണ്ടും കട്ട് ചെയ്തിട്ട് ഇതുപോലെ കുറച്ച് അധികം തന്നെ ഇങ്ങനെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ആ ഇടയിൽ ഇങ്ങനെ നമ്മൾ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിന് മേലേക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക നമ്മൾ നേരത്തെ സ്റ്റെപ്സൊക്കെ. ബ്രെഡ് ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുക. അതിന് മേലേക്ക് നമ്മൾ കസ്റ്റാർഡിൻ്റെ മിക്സ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിന് മേലേക്ക് ഫ്രഷ് ക്രീമിൻ്റെ മിക്സ്, പിന്നെ അതിന് മേലെ വീണ്ടും നട്ട്സ്. അങ്ങനെ മൊത്തത്തിൽ 3 സെറ്റായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം നല്ല കട്ടിയുള്ള നല്ല തിക്നെസ്സോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതായത് ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണേ. പിന്നെ നല്ല ടേസ്റ്റി പുഡിങ്ങാണ്. പിന്നെ ഉണ്ടാക്കാനും വലിയ പണിയൊന്നുമില്ല കേട്ടോ. കുറേ ലെയേഴ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മളെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി പുഡിങ്ങാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ചെമ്മീൻ ബിരിയാണിയും പുഡിങ്ങും 2 റെസിപ്പീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ചെറിയ വ്ളോഗാണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. ഇനി നമുക്ക് അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. ഓക്കെ, അതുവരേക്കും ബൈ.